ഹലോ ഗെയ്സ്, അങ്ങനെ അതിരാവിലെ തന്നെ റെഡി ആയിട്ട് ഇറങ്ങിയേക്കുവാണ്. മുഖമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു മാതിരി ഇരിപ്പുണ്ട്. കാരണം എന്ന് ഇത് തന്നെ പണി, എന്ന് യാത്ര, ടൂറ്, ട്രിപ്പ്, അടിപൊളി. അപ്പോൾ ഗെയ്സ്, ഇന്ന് നമ്മളിപ്പം രാവിലെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, ബാഗ് 2 തോളത്തുണ്ട്. അപ്പം അതിദൂര യാത്രയ്ക്കൊന്നുമല്ല, ഒരു 1 നൈറ്റ്, അതായത് 2 ഡേ ട്രിപ്പിന് വേണ്ടിയാണ്. വേറെ ഒന്നുമല്ല, ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മുടെ ഓഫീസ് ടൂറാണ്. നമസ്കാരം, ഞാൻ ബിനീഷ് തോമസ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ മിലീഷ്യ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞ 9 വർഷമായിട്ട് മാവേലിക്കരെ സക്സസ്ഫുള്ളി റൺ ചെയ്യുവാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ഒരു പ്രാവശ്യമാണ് സ്റ്റാഫ് ടൂർ പോകാൻ പറ്റിയിരിക്കുന്നത്. ഇതിപ്പോൾ 2ാമത്തെ നമ്മുടെ സ്റ്റാഫ് ടൂറാണ്. അപ്പോൾ ഈ 2ാമത്തെ സ്റ്റാഫ് ടൂറിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. 2ാമത്തെ നമ്മുടെ സ്റ്റാഫ് ടൂറ് ഡേ ടൂറല്ല, ഒരു ഓവർ നൈറ്റ് സ്റ്റേ ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ മിലീഷ്യ ഫാമിലിയിൽ ഞങ്ങൾ 15 പേര്, എല്ലാ ആൾക്കാരും വന്നിട്ടില്ല, കുറച്ച് ആൾക്കാരൊക്കെ ഒഴിവൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കൂടി 2 ദിവസം ഒരു ട്രിപ്പിന് വേണ്ടി പോവാണ്. ആ ട്രിപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഈ വന്നിരിക്കുന്നത്. ട്രിപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ അടിപൊളിയായിട്ട് നിങ്ങളെ കാണിച്ചു തരണമെന്നാണ് ഉദ്ദേശം. ചിലപ്പോൾ എൻജോയ്മെൻറ്റ് മൂടി പല കാര്യങ്ങളും എടുക്കാൻ മറന്നു പോകും. എന്നാലും കുഴപ്പമില്ല, പറ്റുന്ന രീതിയിൽ ഏറ്റവും നന്നായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക. അപ്പോൾ ഞങ്ങളുടെ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. അതോടൊപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അങ്ങനെ ഈ ട്രിപ്പിൻ്റെ വീഡിയോയ്ക്ക് അല്ലെങ്കിൽ ഈ വ്ളോഗിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ വണ്ടി വരുന്നുണ്ട്. അത് വണ്ടി വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയാം. എന്താണ്ട് വണ്ടി വന്നു, ബാക്കിയുള്ള ആൾക്കാരെല്ലാം കയറി. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് കയറുന്നത്. നമ്മൾ നേരെ വാഗമൺ ലക്ഷ്യമാക്കി പോവുകയാണ്. ഇതിനകത്ത് നമ്മൾ ഫുഡ് കഴിക്കുന്നത് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഏതെല്ലാം സ്ഥലം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടോ ആ സ്ഥലങ്ങളുടെ മാത്രം ഡീറ്റെയിൽസാണ്. കൂടുതലും കാണാനുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ കുറച്ച് ക്ലൈംബ് ചെയ്യാനുള്ള, കുറച്ച് ട്രക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങൾ, അങ്ങനെ ഉണ്ടെങ്കിലേ കുറച്ച് മെമ്മറിയിൽ ആൾക്കാർക്ക് ഈ ട്രിപ്പ് നിൽക്കത്തുള്ളൂ എന്നുള്ളൊരു പദ്ധതിയിലാണ് ഞാനും ബിനുസാറും കൂടെ, ബിനുബ്രോ, നമ്മുടെ പാർട്ട്ണർ ബിനുബ്രോ, ഞങ്ങൾ രണ്ടും കൂടെ കൂടിയിട്ടാണ് പ്ലാൻ ചെയ്തത്. അങ്ങനെ നമ്മൾ വാഗമണ്ണിൽ ലക്ഷ്യമാക്കി പോവാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി കഴിച്ചു. അതിൻ്റെ ഒന്നും വീഡിയോ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും കാണത്തില്ല. അങ്ങനെ ഞങ്ങൾ നമ്മുടെ വാഗമൺ മലനിരകളെ ലക്ഷ്യമാക്കിയിട്ട് നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. വാഗമൺ എത്ര പോയാലും മടുക്കാത്ത ഒരു സ്ഥലമാണ്. പ്രധാനമായിട്ടും നമ്മളെ സംബന്ധിച്ച് 2 മണിക്കൂർ യാത്ര കൊണ്ട് തന്നെ എത്തിച്ചേരാൻ പറ്റും. നമ്മുടെ വണ്ടിയുടെ ഡ്രൈവർ ചേട്ടൻ ഫ്രണ്ടിൽ ഇരിക്കുന്നു, ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ ബിനുബ്രോ ഇരിക്കുന്നു. ബാക്കി എല്ലാ ആൾക്കാരും, കുറച്ച് ആൾക്കാർ പാട്ട് കേൾക്കുന്നു, കുറച്ച് ആൾക്കാർ വർത്തമാനം പറയുന്നു, കുറച്ച് ആൾക്കാർ ഇങ്ങനെ ടൂറിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. 25 പേര് കയറേണ്ട വണ്ടിയിൽ ഇപ്പോൾ 15 പേര് മാത്രമേ ഉള്ളൂ. ഇത്രയും പേരെ വന്നിട്ടുള്ളൂ. നമ്മുടെ അക്ഷയ് ബ്രോ ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ വാഗമണ്ണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ വഴി സൈഡിലുള്ള വ്യൂ പോയിൻ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു പ്രാവശ്യമായാലും പോയിട്ടുണ്ടെങ്കിൽ. ഇത് പല സിനിമകൾക്കും ലൊക്കേഷനായിട്ടുള്ള സ്ഥലമാണ്. ലാസ്റ്റ് നമ്മുടെ ബൊഗൈൻവില്ല സിനിമയ്ക്കകത്ത് ഈ ഭാഗം തന്നെ വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ എന്തെല്ലാമോ കൺസ്ട്രക്ഷൻസോ അതുപോലെ തന്നെ സംഭവങ്ങളോ ഒക്കെ പല പ്രാവശ്യം വരുമ്പോൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും പൂർത്തിയായി ഇതുവരെ കണ്ടിട്ടില്ല. ഇത് വളരെ സുന്ദരമായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റാണ്. ഈ വ്യൂ പോയിൻ്റിൽ ഇറങ്ങി എല്ലാ ആൾക്കാരും എൻജോയ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് വാഗമൺ ട്രിപ്പിലേക്ക് പോകുന്ന ആൾക്കാരൊക്കെ പോകാറുള്ളത്. പ്രത്യേകിച്ചും ഈ ഈരാറ്റുപേട്ട, പൂഞ്ഞാർ ആ സൈഡിൽ നിന്ന് കയറി വരുന്നവർ. അങ്ങനെ നമ്മൾ ആദ്യത്തെ വിസിറ്റിംഗ് പോയിൻ്റ് ആയിട്ടുള്ള നമ്മുടെ മൊട്ടക്കുന്നിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ എനിക്ക് 25 രൂപയുടെ പാസ് എടുക്കണം. അപ്പോൾ ബിനുസാർ ആദ്യം തന്നെ പോയി പാസ്സൊക്കെ എടുത്തു. മൊട്ടക്കുന്ന് പലതവണ കണ്ടിട്ടുണ്ട്. മൊട്ടക്കുന്ന് ഒരു മാർച്ച്, ഏപ്രിൽ, മെയ് ഒക്കെ കുറച്ച് ഡ്രൈ ആയിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി നിന്നൊരു ഫോട്ടോ പോയിൻ്റിൽ നിന്ന് ഫോട്ടോ എടുക്കുവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ ടീം. മൊട്ടക്കുന്നിൻ്റെ ഒരു പ്രത്യേകത, എങ്ങോട്ട് നോക്കിയാലും ഇങ്ങനെ മുട്ട അടുക്കി വെച്ചിരിക്കുന്നതാണ്. ചെറിയ ചെറിയ കുന്നുകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ കുറച്ച് ഡ്രൈ ആയിരിക്കുന്നതുകൊണ്ടാണ്, കുറച്ച് പച്ചപ്പൊക്കെ ഉള്ളൊരു സമയത്താണ് വരുന്നെങ്കിൽ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. മൊട്ടക്കുന്നിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമുള്ള വ്യൂ ആണ് നമുക്ക് ചുറ്റും കാണാൻ പറ്റുന്നത്. ഇവിടെ സിപ്പ് ലൈനും ബോട്ടിങ്ങും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. നമ്മളിലാർക്കും അതിനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് മൊട്ടക്കുന്ന് കണ്ട് നമ്മൾ അടുത്ത പോയിൻ്റായിട്ടുള്ള നമ്മുടെ കോലാഹലമേട് അല്ലെന്നുണ്ടെങ്കിൽ പൈൻ ഫോറസ്റ്റിലേക്ക് നമ്മൾ പോവുകയാണ്. ഇത് കേരള ഫോറസ്റ്റ് വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു പ്രദേശമാണ്. ഈ വാഗമണ്ണിൽ വരുന്നവർ നിർബന്ധമായിട്ടും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ്. നിങ്ങൾ വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ എപ്പോൾ പോയാലും ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്ന ഒരു പുതുമയുള്ള, അല്ലെന്നുണ്ടെങ്കിൽ എത്ര നേരം വേണം നമുക്ക് ഇരുന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന, പ്രത്യേകിച്ചും കപ്പിൾസൊക്കെ പോവുകയാണെങ്കിൽ കുറേ സമയം അവിടെ ഇരുന്ന് സംസാരിക്കാനും സ്പെൻഡ് ചെയ്യാനും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനും ഒക്കെ പറ്റും. പ്രത്യേകിച്ച് ഫോട്ടോസ് എടുക്കാനായിട്ട് അവിടെ തന്നെ ക്യാമറാമാന്മാരൊക്കെ ഉണ്ട്. നമ്മൾ ഫോട്ടോ പറഞ്ഞാൽ 20 മിനിറ്റ് കൊണ്ട് തന്നെ അവർ ആ ഫോട്ടോ ഫ്രെയിം ചെയ്ത് നമുക്ക് തരുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ട്. നമ്മളെന്തായാലും ഫോട്ടോ ഒന്നും എടുത്തില്ല. ഇവിടെ ഉള്ള പക്ഷികളെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വരിയും നിരയുമായിട്ട് കൃത്യമായിട്ടാണ് ഈ പൈൻ ഫോറസ്റ്റ് ഇങ്ങനെ നിൽക്കുന്നത്. മുകളിലേക്ക് കയറിപ്പോകുന്നത് കുറച്ച് പാടാണ്, ഇറങ്ങി വരാമെന്നാണ് അതിനേക്കാൾ പാടാണ്. കാരണം നമുക്ക് ബാലൻസ് കിട്ടാതെ നമ്മൾ ഫാസ്റ്റായിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോരും. അതിനുശേഷം വണ്ടിയിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ ഓരോ പാട്ടിട്ട് ഓരോ നമ്മുടെ ആൾക്കാർ ട്രോളുമാണ്. ഒരാളെ അമ്മ മനസ്സിട്ടിട്ട് ചുറ്റും പോയി നിന്നിട്ട് അമ്മ മനസ്സ് ആ പാട്ട് പാടി കൈ അടിച്ച ആളെ ട്രോളുമാണ്. എൻ്റെ ഊഴം വരുമോ എന്ന് എനിക്കറിയത്തില്ല. കാരണം നമ്മളിനി ലഞ്ചൊക്കെ കഴിച്ചിട്ട് നമ്മൾ റൂമിലോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ
എനിക്ക് തോന്നുന്നു എൻ്റെ ഊഴം വരുന്നതിന് മുമ്പ് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തും. നമ്മൾ വാഗമണിലുള്ള ഒരു ഹോട്ടലിൽ നേരത്തെ തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു നമ്മൾ ഫുഡ് കഴിക്കാൻ വരുമെന്ന്. അതുകൊണ്ട് തന്നെ നമുക്കുള്ള ഫുഡെല്ലാം റെഡി ആയിരുന്നു. ഗ്യാസിൻ്റെ ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് പല ഹോട്ടലുകളും ഇല്ലാത്തതുകൊണ്ടും നമുക്ക് വാഗമണിൽ കുറേ കണക്ഷൻസ് ഒക്കെ ഉണ്ട്. നമ്മുടെ വാഗാവിസ്റ്റയിലെ അമീർക്കയെ ഞാൻ ഓൾറെഡി വിളിച്ച് പറഞ്ഞു. അമീർക്ക പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഫുഡ് അറേഞ്ച് ചെയ്തിരുന്നു. സൂപ്പർ ഫുഡായിരുന്നു. അതിനുശേഷം നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ വണ്ടി വിട്ടു പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ താമസിക്കുന്ന 4 സീസൺസ് വില്ല എന്ന് പറയുന്ന കടുവാപ്പാറയിലുള്ള ഒരു ഹോം സ്റ്റേ ആണ്. ഹോം സ്റ്റേ എന്ന് പറയാൻ പറ്റത്തില്ല, റിസോർട്ട് പോലെ തന്നെ 2 വീടുകളാണ്. അത് ഫുള്ള് നമ്മൾ പ്രോപ്പർട്ടി ബുക്ക് ചെയ്തിരിക്കുകയാണ്. എനിക്ക് അങ്ങോട്ട് പോകാനായിട്ടുള്ള ഏറ്റവും വലിയ ഇഷ്ടം, അങ്ങോട്ട് പോകുന്ന വഴി ഭയങ്കര സുന്ദരമാണ്. നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിൻ്റെ പ്രോപ്പർട്ടിയും കൂടെ ആണത്. അതിനെക്കുറിച്ചിട്ട് ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോകളിലും ഷെയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് ഞാനൊരു 3-4 തവണ ഇതിനു മുമ്പ് അവിടെ പോയി താമസിച്ചിട്ടുണ്ട്. ഹെലിബുറിയ ടീ എസ്റ്റേറ്റിൻ്റെ നടുക്കാണ് ഇത് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പ്രൈവസിയാണ്. സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മാക്സിമം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ പോയി റിസോർട്ടിൽ പോയി ഒന്ന് ഡ്രസ്സൊക്കെ മാറി റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും ഉച്ചകഴിഞ്ഞ് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് ഇറങ്ങി. അത് നമ്മുടെ പാഞ്ചാലിമേടാണ്. പാഞ്ചാലിമേട്ടിലേക്ക് ചെന്നു. അവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് എനിക്ക് തോന്നുന്നു 25 രൂപയാണെന്ന് തോന്നുന്നു. 25 രൂപയുടെ ടിക്കറ്റ് എടുത്തു. ഞങ്ങൾ എല്ലാ ആൾക്കാരും പാഞ്ചാലിമേട്ടിലേക്ക് ചെന്നു. എല്ലാ ആൾക്കാരും മുകളിലേക്ക് നടന്നു വരാം എന്നുള്ള തീരുമാനത്തിലാണ്. അങ്ങനെ പാഞ്ചാലിമേടിൻ്റെ മുകളിലേക്ക് ഞങ്ങൾ നടക്കുവാണ്. വനവാസ കാലത്ത് പഞ്ചപാണ്ഡവന്മാർ ഈ പാഞ്ചാലിമേട്ടിൽ വന്ന് താമസിച്ചിരുന്നെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ അതിൻ്റേതായിട്ട് ഒരു ഭീമൻ്റെ കാൽപ്പാട് പതിഞ്ഞ പ്രദേശമൊക്കെ ഉണ്ട്. അങ്ങോട്ടൊന്നും ഇപ്പോൾ പോകാൻ പറ്റത്തില്ല, കാരണം അത് കുറച്ച് വനത്തിനുള്ളിലേക്ക് കയറിയാണ്. ഇത് നമ്മുടെ പെരിയാർ എസ്റ്റേറ്റ്, പെരിയാർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ വരുന്നൊരു പ്രദേശം ആയതുകൊണ്ട് തന്നെ കാടും വന്യജീവികളും ഒക്കെ ഉള്ളൊരു പ്രദേശം തന്നെയാണിതും. ഇവിടെ വളരെ ചരിത്രപ്രസിദ്ധമായ 400 വർഷം പഴക്കമുള്ള ഒരു അമ്പലവും സ്ഥിതി ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ക്രിസ്തീയമായിട്ടുള്ള ആരാധനയും നടക്കുന്നുണ്ട് ഈ പാഞ്ചാലിമേട്ടിൽ. അവിടെ കുരിശുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് മുകളിലേക്ക് കയറുവാണ്. നടന്നു പോകാനായിട്ട് പകുതി വരെ നമുക്ക് ടൈൽ ഇട്ടിട്ടുള്ള ഒരു വഴിയാണ്. ഒരു 600-700 മീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് നടന്ന് നമ്മൾ ഇതിൻ്റെ പീക്ക് പോയിന്റിൽ എത്താൻ പറ്റും. ഈ ടൈൽ എൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഒരു റോഡ്, ഒരു ട്രെയിൽ പോലത്തെ നമുക്ക് ചവിട്ടി കയറാൻ പറ്റുന്ന രീതിയിൽ തന്നെയുള്ള പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള നാച്ചുറലായിട്ടുള്ളൊരു വഴിയാണ്. അങ്ങനെ നമ്മൾ ആ വഴി കൂടെ നടന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും തന്നെ വന്ന് കയറി. കാരണം അവർക്കൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഒത്തിരി സ്കോപ്പുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ എല്ലാ പ്രദേശത്തും, ഇപ്പോൾ ഇടുക്കി ജില്ലയിലെ ഏത് പ്രദേശത്ത് നമ്മൾ ടൂറിന് ചെന്നാലും ഇങ്ങനെ ഒരു ഫ്രെയിം അവിടെ എല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നേരത്തെയൊക്കെ എഴുതി വെക്കുമായിരുന്നു എത്രയോ ലക്ഷം ആണ് ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ. ഇപ്പോൾ അങ്ങനെയുള്ള എഴുത്തുകൾ കാണുന്നില്ല. കാരണം അങ്ങനെയുള്ള എത്രയോ ലക്ഷമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ അതിനെ ചോദ്യം ചെയ്യുമെന്നുള്ളത് കൊണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മൊട്ടക്കുന്ന് ചെന്നപ്പോഴും നമ്മൾ പാഞ്ചാലിമേട്ടിൽ ചെന്നപ്പോഴും എല്ലാം അവിടെ ഫോട്ടോ എടുക്കാനായിട്ടുള്ള ഫ്രെയിം ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ നോക്കിയാൽ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ശബരിമലയുടെ മകരജ്യോതി തെളിയിക്കുന്നത് കാണാമെന്നാണ് പറയപ്പെടുന്നത്. ഈ ശബരിമല, അതുപോലെ തന്നെ നമ്മുടെ ഈ പാഞ്ചാലിമേട്, നമ്മൾ ഇനിയും പോകാൻ പോകുന്ന സ്പോട്ട് പരുന്തുംപാറയാണ്. ഇതെല്ലാം പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ പല പല ഭാഗങ്ങളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന മലനിരകളാണ്. എന്തായാലും വളരെ സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ്. ഞാൻ ഏറ്റവും കൂടുതൽ തവണ പോയിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ പാഞ്ചാലിമേട്. എത്ര കണ്ടാലും മതിയാകത്തില്ല. മലകൾ ഇങ്ങനെ വരച്ച് വെച്ച കണക്കാണ് നമ്മുടെ മലകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഇത് നമ്മൾ അടുത്തതായിട്ട് പോകുന്ന സ്ഥലമാണ് പരുന്തുംപാറ. പരുന്തുംപാറ നമുക്ക് എൻട്രി ഫീസ് ഇല്ല. നമ്മുടെ ബസ് എൻ്റർ ചെയ്യുമ്പോൾ ബസ്സിൻ്റെ ഒരു പാർക്കിംഗ് ഫീസ് മാത്രം മേടിക്കും. അതും ഈ അടുത്ത കാലയളവിൽ ഉണ്ടായിരിക്കുന്നതാണ്. എത്ര പേർക്ക് വേണമെങ്കിലും കയറാൻ പറ്റും. ഇതാണ് പരുന്തുംപാറയുടെ ഏറ്റവും പീക്കായിട്ടുള്ള പോയിൻ്റ്. താഴെ കാണുന്നതാണ്. ആ പോയിന്റിലേക്ക് പോകാൻ പറ്റുന്ന ആൾക്കാർ എത്ര പേരുണ്ടെന്ന് ഞാൻ ആദ്യം ചോദിച്ചു. കുറച്ച് ആൾക്കാരൊക്കെ താല്പര്യം അറിയിച്ചു. എന്നാലും എത്ര പേര് പോകുന്ന അറിയത്തില്ല. ഇത് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ തല പോലാണ് ഇതിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് ടാഗോർ ഹെഡ് എന്നും പറയപ്പെടും. പരുന്തുംപാറയിലെ ഈ പോയിന്റിൽ ഇതാണ് ഇവിടുത്തെ പീക്ക് പോയിന്റ്. അത് കുറച്ച് താഴേക്ക് ഇറങ്ങി ഒരു ചെറിയ നാരോ ആയിട്ടുള്ളൊരു വഴി കൂടെ കുറച്ച് റിസ്ക്കി ആയിട്ട് വേണം നടന്നു പോകാനായിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാർ അങ്ങോട്ട് നടന്നു വരാൻ താല്പര്യം കാണിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാവരും കൂടെ പതിയെ അങ്ങോട്ട് നീങ്ങി തുടങ്ങുവാണ്. ആരൊക്കെ അങ്ങേ അറ്റം വരെ എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. കാരണം കുറച്ച് ഹാർഡായിട്ടുള്ള ഇറക്കമാണ്. ഞാൻ എന്നെ എടുത്തോണ്ട് എങ്ങനെയാ കയറുന്നത് എനിക്കറിയത്തില്ല. നല്ലൊരു അറ്റ്മോസ്ഫിയർ. അങ്ങനെ ആ ഇറക്കം ഇറങ്ങി നമ്മളൊരു ചെറിയ കയറ്റമൊക്കെ കയറി അവിടുത്തെ സുന്ദരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മളെ ഫോളോ ചെയ്ത് 2 ആൾക്കാർ വരുന്നുണ്ട്. ഇവരെവിടം വരെ വരുമെന്നുള്ള കാര്യം അറിയത്തില്ല. കാഴ്ചകളൊക്കെ കണ്ട് നോക്കുമ്പോൾ നമ്മുടെ പുറകെ നമ്മുടെ ടീമിൽ വന്നിട്ടുള്ള ആൾക്കാർ നടന്നു വരുന്നു. ചെരുപ്പൊക്കെ ഊരി കൈ പിടിച്ചിട്ടാണ് നടന്നു വരുന്നത്. നല്ല സുന്ദരമായ മലനിരകളാണ്. അപ്പം ഞാൻ എന്തായാലും കൂടെയുള്ള ആൾക്കാർ, ഇറങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് തന്നെ ആ പീക്ക് പോയിന്റിലേക്ക്, അതായത് ഇച്ചിരി റിസ്ക് ആയിട്ട് ഇറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ആ പോയിന്റിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. നോക്കി ഇവിടെ നിന്നാണ് നമ്മൾ നടന്ന് വന്നത്.
നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് അതിൻ്റെ ആ പീക്ക് പോയിന്റാണ്. ടാഗോർ ഹെഡ് എന്ന് ഞാൻ മുമ്പ് പറഞ്ഞ ആ ടാഗോർ ഹെഡിൻ്റെ അവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. നോക്കിയേ, നമ്മൾ 4-5 ആൾക്കാർ എന്തായാലും അവിടെ എത്തി. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടികൾ അവസാനിപ്പിച്ച് നമ്മൾ നമ്മുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകണം. ഇനി ഡിന്നറാണ് നമുക്കുള്ളത്. അപ്പോൾ ഗേസ്, നമ്മുടെ മിലീഷ്യ സ്മാർട്ട് ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മിലീഷ്യ ഫാമിലിയുടെ കഴിഞ്ഞ 9 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മളൊരു ഓവർനൈറ്റ് സ്റ്റേ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടി മാത്രം നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഫസ്റ്റ് ഡിന്നറാണ്, എല്ലാവരും കൂടെ കൂടി ഒരു ഡിന്നറാണ്. പലവണ്ണം പ്ലാൻ ചെയ്തിട്ടുണ്ട്, നടന്നിട്ടില്ല. ഇത് ആദ്യമായിട്ട് നടക്കുവാണ്. അപ്പൊ ഈ ഡിന്നറിന് ഒരു എല്ലാവരും സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടി ഡിന്നറൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ക്യാമ്പ് ഫയർ ആണ്. ക്യാമ്പ് ഫയറിന് ചുറ്റും ഇരുന്ന് അന്താക്ഷരി കളിക്കാനുള്ള പദ്ധതിയാണ്. വീട്ടിൽ തീ കത്തിച്ച് പരിചയമുള്ളവരൊക്കെ ഇതെല്ലാം ചെയ്യണം കേട്ടോ, നമുക്കറിയത്തില്ലേ. ഇനിയിപ്പോ ഇതൊക്കെ പഠിച്ചാൽ പറ്റത്തുള്ളൂ, ഗ്യാസ് ഒന്നും ഇല്ല. ഒരു ചെങ്കുറിഞ്ഞി പൂവിൽ ചുംബനങ്ങൾ നൽകാ. അങ്ങനെ ഗൈസ്, രാത്രി കിടന്നുറങ്ങി രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വളരെ സുന്ദരമായിട്ടുള്ളൊരു കാഴ്ച കണ്ടത്. ഇന്നലെ നമ്മൾ വന്ന കാലാവസ്ഥയോ വന്ന പ്രകൃതിയോ ഒന്നുമല്ല. ഇന്നലെ രാത്രി നമ്മൾ മുന്നിൽ കണ്ടിരുന്ന തേയിലത്തോട്ടങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. നമ്മുടെ സ്വിമ്മിംഗ് പൂൾ പോലും റൂമിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നില്ല. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലം. എത്ര സുന്ദരമാണെന്ന് നിങ്ങൾ നോക്കി. നമ്മുടെ നാട്ടിൽ ഈ 32-36 ഡിഗ്രി ചൂടുള്ള സമയത്തും ഇവിടുത്തെ രാവിലത്തെ കാലാവസ്ഥയാണിത്. അപ്പോൾ നിങ്ങൾ വരുന്ന ദിവസം ഈ മഞ്ഞുണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ദിവസങ്ങളോളം മഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല സുഖമായിട്ട് ഉറങ്ങി രാവിലെ എണീറ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത്ര സുന്ദരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും ചൂടുള്ള ഒരു കാലാവസ്ഥ, ഇത്രയും മഞ്ഞുള്ള ഒരു സ്ഥലത്ത്, അതും നമ്മുടെ അടുത്ത് ഒത്തിരി ദൂരം അല്ലാതെ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് താമസിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. മഞ്ഞ് മാറിക്കഴിഞ്ഞപ്പോൾ തേയിലത്തോട്ടങ്ങളൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. എപ്പോഴാണ് ഇനിയും കോട ഇറങ്ങുമെന്ന് അറിയത്തില്ല. അങ്ങനെ നമ്മുടെ വണ്ടിയെല്ലാം റെഡി ആയിരിക്കുവാണ്. നമ്മളിനി കയറി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് യാത്രയാകും. ഇനി ഒരു 2 മണിക്കൂർ നമുക്ക് യാത്രയാണ്. ആ യാത്ര ചെയ്ത് നമ്മൾ ചെല്ലാൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? അങ്ങനെ നമ്മൾ എല്ലാ ആൾക്കാരും കയറി നമ്മൾ ചെന്നിറങ്ങിയിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ഏറ്റവും സൂപ്പറായിട്ടുള്ള ഒരു സ്ഥലത്താണ്. ദാറ്റ് ഈസ് രാമക്കൽമേട്. രാമക്കൽമേട് നമുക്ക് പാസ് എടുത്ത് കയറാൻ പറ്റുന്ന ഒരു പ്രദേശമാണ്. ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റാണ്. ഇത് ഇടുക്കി ജില്ലയുടെ പല ചരിത്രങ്ങളുമായിട്ടും ബന്ധപ്പെട്ട പല ശില്പങ്ങളുമൊക്കെ ഇവിടെ പണിത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് പതിയെ താല്പര്യമുള്ള ആൾക്കാർ ഇതെല്ലാവരും കയറുന്നുണ്ട് ഇങ്ങോട്ട്. ഇതിന് ശേഷമാണ് നമ്മുടെ മെയിൻ ടാസ്ക് വരുന്നത്. അതെന്താണെന്ന് ഞാൻ ഇതിൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് കണ്ടില്ല, ഒരു പ്രത്യേക തരത്തിലുള്ള ഓന്ത് പോകുന്നു. അങ്ങനെ നമ്മൾ പതിയെ ബുദ്ധിമുട്ടിൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്ക് നേരെ കാണുന്നത് കുറവൻ കുറത്തി സ്റ്റാച്ചു ആണ്. കുറവൻ കുറത്തി എന്ന് പറഞ്ഞാൽ ഇടുക്കി ഡാമും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രമൊക്കെ കുറേ ആൾക്കാർക്ക് അറിയായിരിക്കും. കുറവൻ കുറത്തി മലകളുടെ ഇടയിലാണ് ഇടുക്കി ഡാം പണിത് വെച്ചിരിക്കുന്നത്. കുറവൻ കുറത്തി എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഇതാണ് യഥാർത്ഥത്തിലുള്ള രാമക്കൽമേട്. ഇവിടെ കയറാൻ പറ്റുവാണെങ്കിൽ അതൊരു സക്സസ് ആയിരിക്കും. ഞാനിതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട്. നമുക്ക് അതുപോലെ തന്നെ കാറ്റാടിപ്പാടങ്ങൾ ഇവിടെ നിന്ന് കാണാൻ പറ്റും. അതോടൊപ്പം മലമുഴക്കി വേഴാമ്പൽ, ഇത് കണ്ടില്ലേ, നമ്മുടെ കേരളത്തിൻ്റെ ദേശീയ പക്ഷിയാണല്ലോ വേഴാമ്പൽ. വേഴാമ്പലിൻ്റെ ഒരു രൂപത്തിലാണ് ഇവിടെ വാച്ച് ടവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി നിന്നാൽ കുറച്ചും കൂടെ നമുക്ക് വ്യൂസ് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ആ വേഴാമ്പലിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് നമ്മുടെ കാഴ്ചകൾ കാണുകയാണ്. നോക്കിയേ, വേഴാമ്പലിൻ്റെ മുകളിൽ നമ്മൾ നോക്കുമ്പോൾ തമിഴ്നാട്ടിൽ ചില ജില്ലകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ റൈറ്റ് സൈഡിൽ താഴെ കാണുന്നത് തമിഴ്നാടാണ്. ഇപ്പോൾ ഈ പീക്കിലേക്കാണ് ഇനി നമുക്ക് പോകേണ്ടത്. ഇവിടേക്ക് ആരൊക്കെ വരുന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ കുറേ ആൾക്കാരൊക്കെ കൈ പൊക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തമിഴ്നാടിൻ്റെ ഉടമസ്ഥതയിലുള്ള രാമക്കൽമേട്, അതായത് രാമൻ വനവാസ കാലത്ത് രാമൻ ഇവിടെ നിന്നാണ് നമ്മളീ പോകാൻ പോകുന്ന പാറയുടെ മുകളിൽ നിന്നാണ് പോയതെന്നാണ് പറയപ്പെടുന്നത് ലങ്കയിലേക്ക്. അങ്ങ് വരെ ഇല്ലത്. ഏകദേശം 1 കിലോമീറ്ററോളം നല്ല കുത്തനെയുള്ള കയറ്റം കയറിയാൽ മാത്രമേ നമുക്ക് ഈ പാറയുടെ മുകളിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ. കുറച്ച് ദുർഘടമായിട്ടുള്ള വഴിയാണ്. നമ്മൾ ഒരുപക്ഷെ രാമക്കൽമേടെന്നും പറഞ്ഞ ആൾക്കാർ കാണാൻ വരുന്നത് പലപ്പോഴും നമ്മുടെ കേരള ഗവൺമെൻറ് ടിക്കറ്റ് എടുത്ത് കാണുന്ന സ്ഥലത്താണ്. പക്ഷേ ഇതാണ് യഥാർത്ഥ രാമക്കൽമേട്. അപ്പോൾ നോക്കിയേ, ഇവിടുത്തെ വഴികളൊക്കെ ഇത്ര ദുർഘടമാണ്. മുകളിലേക്ക് പോകും തോറും കാഴ്ചയുടെ ഭംഗി കൂടും. അങ്ങനെ ഇതിൻ്റെ ഏറ്റവും പീക്ക് പോയിന്റിൽ എത്തുക എന്നുള്ള ലക്ഷ്യമായിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ കൂടെ പെൺകുട്ടികളും ഒരു 4-5 പേര് മുകളിൽ കയറുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെ കയറ്റുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണ്. മുകളിൽ വരെ ഒരു പരുക്കും കൂടാതെ വളരെ സേഫായിട്ട് കയറ്റുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണ്. നമുക്ക് മുകളിലേക്ക് പോകും തോറും നല്ല നല്ല കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. കുറച്ചങ്ങോട്ട് കഴിയുമ്പം നല്ല കൂർത്ത പാറകൾക്കിടയിൽ കൂടെ തന്നെ കയറേണ്ടതായിട്ട് വരും.
ഈ വഴി കൂടാണ് നമുക്ക് കയറി പോകേണ്ടത്. ഞാൻ ഇതിന് മുമ്പ് ഇതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്ത് ഫേസ്ബുക്കിൽ ഒത്തിരി ആൾക്കാർ കണ്ടിട്ടുണ്ട്, യൂട്യൂബിലൊക്കെ ഒത്തിരി ആൾക്കാർ കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കയറി മുകളിലേക്ക് പോവാണ്. ഇതാണ് യഥാർത്ഥ രാമക്കൽമേട് വ്യൂ പോയിന്റിൽ നിന്നുള്ള വ്യൂ. നോക്കി എങ്ങനെയുണ്ട് ട്രിപ്പ്? എല്ലാവരും ആദ്യമായിട്ട് എൻ്റെ മണ്ട കയറുന്നത്. ബിനു ഞാനും കയറിയിട്ടുണ്ട്, ഹരീസാറും ആദ്യമായിട്ട് അല്ലേ? പണ്ട് കൊച്ചിലെ 7 വയസ്സുള്ള. അതിനുശേഷം നമ്മുടെ അവസാന ഡെസ്റ്റിനേഷനായ നമ്മുടെ കാറ്റാടിപ്പാടം വിൻഡ് മിൽ ഫാം. കേരളത്തിൽ പ്രധാനമായിട്ടും 2 or 3 സ്ഥലങ്ങളിലാണ് ഇങ്ങനെ വിൻഡ് മിൽ ഫാമുകളുള്ളത്. പാലക്കാട് ജില്ലയിലും അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലുമാണ്. രാമക്കൽമേടിൻ്റെ പ്രത്യേകത മണിക്കൂറിൽ ഏഷ്യയിൽ തന്നെ 100 കിലോമീറ്ററിന് മുകളിൽ വരെ കാറ്റ് വീശുന്ന ഒരു പ്രദേശമാണ് രാമക്കൽമേട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് ധാരാളം വിൻഡ് മിൽ ഫാമുകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ വിൻഡ് മിൽ ഫാമും കൂടെ വിസിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ തിരിച്ചു പോകാൻ പോവാണ്. ലഞ്ച് കഴിക്കുന്നത് നമ്മുടെ ക്രൗഡ് ഹിൽസിൽ നിന്നാണ്. ക്രൗഡ് ഹിൽസിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ എൻ്റെ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ക്രൗഡ് ഹിൽസിൻ്റെ വീഡിയോ കാണാൻ പറ്റും. ഈ വിൻഡ് മിൽ എത്രയും വലുതാണെന്ന് നമ്മളിവിടെ വന്നു കഴിയുമ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ട് മെമ്മറി നിൽക്കുന്ന തരത്തിലാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത്. അതിൻ്റെ ഏറ്റവും പീക്ക് പോയിന്റിൽ നമ്മളോടൊപ്പം വന്ന കുറേ ആൾക്കാരെ കയറ്റാൻ പറ്റി. അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കയറുന്ന കുറച്ച് ആൾക്കാർ ഭയങ്കര ഹാപ്പിയായി. ഇതൊക്കെയാണ് നമ്മുടെ ഈ ട്രിപ്പിലെ സന്തോഷങ്ങൾ. എന്തായാലും ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.